ഞാനൊരിക്കൽ ഒരു സീരിയലിന്റെ 100ാം എപ്പിസോഡിന്റെ ഒരു ആഘോഷത്തിനാണ് ഫസൽ ആദ്യമായിട്ട് പാടുന്നത് ഞാൻ കേൾക്കുന്നത്. അതുവരെ ഫസൽ അഭിനയിക്കുന്നതൊക്കെ ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി, ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട്. അപ്പൊ കുറച്ച് ഒതുങ്ങി നിന്ന് പാടുന്നതാണ് അന്ന് കണ്ടത്. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ ഭയങ്കര ഇളക്കം. അതെ, കൺഫ്യൂഷൻ മാറി മാറി വരുമ്പോ കോൺഫിഡൻസ് ലെവല് പിന്നെ ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്കൊരു അഡ്വാൻറ്റേജും കൂടെ ഉള്ളത് അതാണ്, ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട്. അപ്പൊ നേരത്തെ പറഞ്ഞു എവിടെയോ ഉള്ളിൽ ഒരു ചെറിയ ഷൈനസ് ഉണ്ടെന്നും പറയുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ഗ്രാജുവലി മാറുന്ന കോൺഫിഡൻസ് ലെവല് നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് മാറും. അത് ആദ്യമേ ഡ്രൈവിംഗ് പോലെയാണ്. ഡ്രൈവിംഗ് ആദ്യം പേടിച്ച് അല്ലേ, അവിടുന്ന് ഓരോന്നോരോന്ന് പ്രാക്ടീസ് ആയി വരുമ്പോൾ പിന്നെ ആ ഒരു ഇതിലേക്ക് പോകും. ചിലപ്പോൾ കൈവിട്ടത് സ്ഥിരമായിട്ട് ഞാൻ കൈവിട്ടൊക്കെ ഓടിക്കുന്നത് മിക്കവാറും ഇവിടെ ഇരിക്കുന്നവളെ പേടിപ്പിക്കാൻ വേണ്ടി. കേക്കണ്ട പോലീസ്. അല്ല, അതൊരു ഞാൻ കോൺഫിഡൻസ് ലെവലിന്റെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ അതിന്ന് അച്ഛൻ അഭിനയിക്കുന്ന ഇഷ്ടമാണ്. ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയും? കമന്റ്സ് ഒക്കെ കേൾക്കാറുണ്ടോ? എന്റെ അച്ഛൻ്റെ അടുത്ത് പറയാം, ഈ നേരത്തെ അമ്മ പറഞ്ഞ മാതിരി ആ കോമഡി ഇഷ്ടമാണോ അച്ഛന്റെ? കോമഡി അമ്മയെ മാതിരി ക്രിട്ടിസൈസ് ചെയ്യൊന്നുമില്ല? ചിലപ്പോഴൊക്കെ. സീരിയസ് റോൾ അച്ഛൻ ചെയ്യുന്നതാണോ ഇഷ്ടം, അതോ കോമഡി ചെയ്യുന്നതാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം. ആണോ? ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ശരിക്കും സ്വയം വിലയിരുത്തുമ്പോ എന്താ തോന്നുക? ഇതുവരെ ഒന്നും അങ്ങനെ ഒരു ഞാൻ കൺഫ്യൂഷനോടുകൂടി ചെയ്ത ഹാർഡ് ക്യാരക്ടേഴ്സ് ആണ് ഇതുവരെ. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ടിങ്ങിലുണ്ട്. പക്ഷെ അതാ പറഞ്ഞില്ലേ, ഇപ്പൊ അത് മനസ്സിലാക്കി തുടങ്ങിയത് കുറച്ച് കാലമേ. അപ്പൊ അതിപ്പോ ഒരുപാട് എനിക്കത് വ്യത്യാസം ഉണ്ട്. ഫസ്റ്റ് ഏത് ഭാഗത്താണ് അങ്ങനെ ഒരു കുറച്ചൊക്കെ മനസ്സിലാക്കി അത് തിരുത്തണമെന്ന് തോന്നുന്നത്? അഭിനയത്തിന്റെ കാര്യത്തിലാണോ, അതോ സ്വന്തം വോയിസ് തന്നെയല്ലേ കൊടുക്കുന്നത്? അല്ലല്ല, അതൊരു ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. ഇതുവരെ അതാ ഞാൻ പറഞ്ഞില്ല, അന്ന് വളരെ ഒരു ഫീൽഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്തിരുന്നു. ഞാൻ ഒരു മറ്റേ പ്രസാദ് നൂർനാടിന്റെ ഒരു അതിന് കൂടുതലും ഇംഗ്ലീഷും കാര്യങ്ങൾ. ഇംഗ്ലീഷ് ഒരുപാട് അറിയാമെന്ന് എനിക്ക്, അതായത് ഈ മലയാളത്തിന്റെ അത്ര ക്ലാരിറ്റി പോരാ. മാഡത്തിന്റെ അതൊക്കെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ പ്രസന്റ് ചെയ്യുമ്പം ഓരോ വാക്കുകളുടെ ക്ലാരിറ്റി. അല്ലെങ്കിൽ പക്ഷെ ഇംഗ്ലീഷ് വാക്കുകളാണെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് അതെന്റെ ഒരു എന്റെ ഒബ്സർവേഷനിൽ കിട്ടിയ ഒരു ഇതായിരിക്കും. ഞാൻ വളരെ ഇതായിട്ട് സംസാരിക്കാറുണ്ട്, അവർ സംസാരിക്കുന്ന കണക്കൊക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഞാൻ കേരള യൂണിവേഴ്സിറ്റി 2 വർഷം കേരള യൂണിവേഴ്സിറ്റി മിമിക്രി ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഈ ഒബ്സർവ് ചെയ്യും പെട്ടെന്ന്. അപ്പൊ അതാണ് ഈ പറഞ്ഞ ഈ ഒരു പോരായ്മ എനിക്കുണ്ട്, ഈ ക്ലാരിറ്റി സംസാരിക്കുമ്പോൾ. ഇപ്പം കുറച്ച് മാറ്റങ്ങൾ വരുന്നത് എല്ലാം ആ സമയത്തുള്ള അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഒഴിഞ്ഞു മാറുമായിരുന്നു. ഇനിയിപ്പോൾ ഡബ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള സമയം കണ്ടെത്തി ചെയ്യും ഞാൻ. എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള സീരിയൽസ് ഡബ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എത്ര സീരിയൽ അഭിനയിച്ചു? ആദ്യം കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സീരിയലാണ് ഞാൻ വരുന്നത്. ഇതിനൊക്കെ മുമ്പ് വേറെണ്ണോ ഒരു 16 years ബാക്ക് VP രാമേന്ദ്രൻ ചേട്ടന്റെ ഒരു സീരിയലില് ഒരു നല്ല കഥാപാത്രം ചെയ്യുന്നത്. എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. രാമേട്ടൻ പറയാം അങ്ങോട്ട് കിടക്കുമ്പോൾ അത് എനിക്ക് ആ കോലം എടുത്താ ഒരു വില്ലനത് പൗലോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഒന്നും അറിയത്തില്ല. ഈ പറയുന്ന എന്റെ രൂപം കണ്ടിട്ടാണ് സെലക്ട് ചെയ്തത്. വെച്ചാൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പെമ്പിള്ളേരെയൊക്കെ ഇങ്ങനെ വളച്ച് നടക്കുന്നൊരു അവസാനം നല്ലവനാവുന്നതാണ്. അപ്പൊ എന്റെ രൂപം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് ആ ഒരു ഇത് കിട്ടി. ക്രിപ്റ്ററായിട്ടുണ്ടായിരുന്നു കൂടെ, കടക്കൽ രവിച്ചേട്ടനായിരുന്നു. അപ്പൊ ഇത്രയും മുടി വളർത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അന്ന് ഈ ഒരു ആഷ്ബുഷ് സ്റ്റൈലൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പം സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ സീരിയസ് മനസ്സിലായില്ല. ചെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് കാര്യം എന്താണെന്നോ ആക്ഷൻ എന്താണോ കട്ട് എന്താണെന്നൊക്കെ അന്ന് അറിയുന്നത്. അത് ചെയ്തു. അതൊരു 6 എപ്പിസോഡോ ഉണ്ടായിരുന്നു. 6 എപ്പിസോഡോളം അത് ഞാൻ അതിനകത്ത് എനിക്ക് നല്ല ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ ഒരു ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു സാധനമല്ല. അതായത് ഇപ്പൊ നമുക്കൊരു ആക്ടർ ആയി എന്നുള്ളത് അത് അങ്ങ് പോയി. അതായിരുന്നു ആദ്യത്തത്. അതിനുശേഷം പിന്നെ വർഷങ്ങളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെയാണ് ഈ കായംകുളം കൊച്ചുണ്ണി. അതിനകത്തൊരു ഫോറിനർ, ഒരു സായിപ്പ്, ഒരു ഇടിപൊള്ളിയായിട്ടുള്ളൊരു സായിപ്പ്. വേറൊന്നുമല്ല, ഇങ്ങനെയൊക്കെ കുറച്ചുള്ളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സായിപ്പ്. അതൊരു 5 സായിപ്പ് ഉള്ളൊരു ഇതായിരുന്നു. അതങ്ങനെ ഡെവലപ്പ് ചെയ്ത അവസാനം കായംകുളം കൊച്ചുണ്ണിയെ തൂക്കിക്കൊല്ലുന്ന സായിപ്പായിട്ട് വന്നു. അതെന്റെ എന്നെ ഇഷ്ടം തോന്നിയോണ്ടായിരിക്കും അങ്ങനെ ആ ഒരു ഇതിലേക്ക്. ഞാൻ പറഞ്ഞില്ല, എന്റെ എവിടെ സ്വദേശം? ശരിക്കും കൊല്ലം, ആലപ്പുഴയാണ് ഞാൻ ജനിച്ചത്. ഫാദറിന്റെ സ്ഥലമാണ് ആലപ്പുഴ. ഇപ്പൊ കൊല്ലത്തായിരുന്നു. ഇപ്പൊ സെറ്റിൽ ചെയ്തിട്ടാണ്. ഇപ്പം ഈ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് സിനിമയോട്
ഇങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം തോന്നിയ സമയത്ത് വീട്ടുകാരൊക്കെ അതിന് അച്ഛനും അമ്മയൊക്കെ കളിക്കുന്ന പോലും എതിരായിരുന്നല്ലോ. ആണോ? അവർക്ക് എന്റെ കുടുംബത്തിൽ ആരുമില്ല, സ്പോർട്സും ഇല്ല, അവരെല്ലാം പഠിക്കുന്നവരാണ്. എന്റെ ഫാദറിന്റെ ജ്യേഷ്ഠാനിയന്മാരെല്ലാം ഡോക്ടേഴ്സാണ്. ഫാദർ ഹോമിയോ ഡോക്ടറാണ്. കളിച്ച് നടക്കുക എന്ന് പറയില്ലേ? ഞാനീ പറഞ്ഞ 3 മണിയാകുമ്പോഴത്തേക്ക് ഒരു ലുങ്കി എടുത്ത് കൊടുത്തോണ്ട് ഈ ബോളുമായിട്ട് നേരെ വയലിലേക്കൊക്കെ ഇറങ്ങുകയാണ്. അപ്പൊ അവിടുന്ന് വന്ന് പറയാ, കുരുമ്പേല്, എന്റെ വീട്ടുപേര് കുരുമ്പേല്, ആ കുരുമ്പേലിനെ ചെറുക്കാൻ പോക്ക, അവന്റെ കാര്യം പോക്ക. ഇത് കേൾക്കുമ്പോ അമ്മച്ചിക്ക് ഭയങ്കര വിഷമം, ചേർത്ത് ഇടിയാ വരുമ്പോ. പക്ഷെ അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് അന്നൊന്നും പ്ലാൻ അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതങ്ങ് പോവും. പിന്നെ അമ്മച്ചിക്ക് മനസ്സിലായി, അങ്ങനെ പോട്ടെ. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു നല്ല നിലയിൽ വന്നപ്പോ എല്ലാം മാറി. അതാണ് ഞാൻ പറഞ്ഞത്, വരാനുള്ളത് ആ സമയത്ത്. ഇപ്പൊ സന്തോഷമാണ്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഇന്ത്യൻ ടീമിൽ കളിച്ചു, പിന്നെ ഈ പറയുന്ന ഒരു ആക്ടർ എന്നുള്ള പോപ്പുലാരിറ്റി ഉണ്ട് അല്ലേ? അതെ. എന്റെ ഒരു ലൈഫിൽ നോട്ട് പ്രീ പ്ലാൻഡ്, എല്ലാം വന്നു ചേർന്നതാണ്. അതിനകത്ത് അങ്ങനെ അല്ലാതെ എനിക്കിങ്ങനെ ചെറുപ്പം പോലെ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഐ വോണ്ട് ബിക്കം എ ഗ്രേറ്റ് ആക്ടർ, അല്ലെങ്കിൽ ഐ വോണ്ട് ബിക്കം എ ഗ്രേറ്റ് സ്പോർട്സ്മാൻ. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ വന്നു അത് ആ സമയത്ത്. കല്യാണം കഴിയുന്ന സമയത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു? ഒന്നുണ്ടായിരുന്നു. അഹല്യ, ശരിയാണ്, അഹല്യയിലൊരു ശശി സാറിന്റെ ഒരു, ഞാൻ മറന്നുപോയത്. വീട്ടുകാർ പറഞ്ഞോ? അപ്പൊ ഒരു സംഭവം ഉണ്ട് അവിടെ പുള്ളി സിനിമ ഫീൽഡ് ആണല്ലോ എന്നൊക്കെ അറിയത്തുള്ളൂ. അതങ്ങനെ വളരെ ഓർത്തഡോക്സ് ആകുമ്പോഴത്തേക്ക് അത് വന്നിരുന്നു. എന്റെ സുഹൃത്തുക്കള് അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. എന്റെ കൂടെ താമസിക്കുന്നവര് അതിപ്പോ വേറെ കല്യാണം അവിടെ വരുമല്ലോ, മാരേജിന്റെ കാര്യം നടക്കുന്നുണ്ട്. ഇവിടുന്ന് ആളെ നേരെ ചെന്നൈയിലേക്ക് വരുന്നുണ്ടേ. ഇൻവെസ്റ്റിഗേഷൻ ആദ്യം ഫസ്റ്റ് കോടമ്പാക്കത്ത് താമസിക്കുന്നത്, അവിടെ തന്നെ ഒരു റെഡ് ലൈൻ, അടുത്തത് റൂമിൽ 4 പേരും ആക്ടേഴ്സ് ആണല്ലേ, അടുത്ത റെഡ് ലൈൻ. ഇതെങ്ങനെയാണ് അങ്ങനെയൊക്കെ ഉള്ള. എനിക്കൊന്നോ രണ്ടോ, ഞാൻ അധികം മാരേജ് നോക്കിയിട്ടില്ല. അത് എനിക്കൊന്നൊരു 3 അങ്ങനെ. മറ്റുള്ളത് ഞാൻ അങ്ങനെ ഞാനൊന്നും ആ ഒരു ഇതല്ലല്ലോ, നമ്മുടെ തിങ്കിങ് ഈസ് ഡിഫറെന്റ്. ഫാമിലി ലൈഫിനെ കുറിച്ചൊന്നും ഒരു ഇതില്ല, എങ്ങനെയാണ് അല്ലെങ്കിൽ അല്ലെ, നമുക്കൊരു വരാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചൊന്നും. ആദ്യം പ്രീതയ്ക്കും കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, ഒരു ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു അല്ലേ? അത്രയില്ല, എന്നാലും അല്ലേ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ്. ഇപ്പൊ തന്നെ വരുന്നത്, ഇപ്പൊ അവള് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും വീട്ടിൽ പാല് കൊണ്ടുവന്നോ. ഇന്നലെ പുള്ളിക്കാരൻ ബൈക്കില് അവളുമായിട്ട് പോകുന്ന കണ്ടല്ലോ, ആ കുട്ടിയെ ശ്രദ്ധിച്ചല്ല, കണ്ടോ, നല്ലതൊന്നും പറയത്തില്ല. ഉടനെ ഫോൺ വിളിച്ച് പറയോ, ചേട്ടാ നാളെ മുതൽ ബൈക്കിൽ അതല്ല, അത് ഞാൻ പറയാം. അവിടെ വന്ന ഒരാളിങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അഭിനയിക്കുമ്പോ എല്ലാവരും ചുറ്റും നിന്നാണ് അഭിനയിക്കുന്നെന്നുള്ളത് മറന്നു പോകുന്നു. ഇത് അഭിനയമാണെന്ന് അറിയാമെന്നിട്ട് നമ്മളിത് കരയുന്നില്ല. നല്ല സീൻ വരുമ്പോ ഇത് അഭിനയമാണ്, ഇത് ശോഭന മാമിന് അന്നത്തെ അത് കാണുമ്പോൾ ആ ശബ്ദം പോലും വേറൊരാളുടെ അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളിരുന്ന് കരഞ്ഞു പോകുന്നത്. അയ്യോ, എല്ലാം അറിയാം. അത്രയേ ഉള്ളൂ മനുഷ്യൻ. അപ്പൊ അതിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്താണ് ജീവിതത്തിലെ ലക്ഷ്യം? സമാധാനം, എപ്പോഴും സന്തോഷമായിരിക്കണം. അതിന് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനുള്ള ശ്രമം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. വരും, ഇങ്ങനെയാണ്, അത് വരട്ടെ, വരുമ്പോ നോക്കാം. ഉദ്യോഗസ്ഥൻ, നടൻ, പാട്ടുകാരൻ, ഇങ്ങനെ 3 കാര്യങ്ങളിലും വളരെ തിരക്കിട്ട് ഓടി നടക്കുമ്പോൾ നമ്മുടെ ഒരു ഫാമിലിയെ ഇടയ്ക്കൊക്കെ എനിക്ക് ഒരു സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ചിലപ്പോ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഞാൻ ഈ സെർച്ചിങ്ങിലായിരിക്കും, എന്താണ് ഇന്നത്തെ പാട്ട്, എനിക്ക് നാളെ പോകുമ്പോൾ ഇന്നേ പ്രിപ്പയർ ചെയ്തു. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്ന് ഉള്ള കാര്യം മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ ഇപ്പൊ ഫ്രീ ആവും. നാളെ അവിടെ ചെല്ലണം, അത് ഇവിടുന്ന് നാളെ പുറപ്പെടും. ഇഷ്ടങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാം. ഇപ്പൊ ഇടയ്ക്കൊക്കെ സമയത്ത് ഞാൻ ഈ ടെൻഷനായിരിക്കും. ഞാൻ പറഞ്ഞത് എല്ലാം നമ്മള് പുതിയ ദേഷ്യക്കാരനാണോ? നല്ല ദേഷ്യക്കാരുണ്ട്, അതും മാറിയിപ്പോ. നല്ല ഭാര്യയോട് ചോദിക്കുമ്പോ ഭർത്താവ് ഉത്തരം പറയണതിനാ? പറഞ്ഞോ നീ അവളുടെ ശ്വാസം കൂടുതൽ മുട്ടിക്കണമെന്നാണ് ഞാൻ പറയാറ്. എനിക്കത് ആദ്യമേ മനസ്സിലായി. ഇനി ഭാര്യ ഉത്തരം പറഞ്ഞില്ലെങ്കിലോ അത് പേടിച്ചിട്ട് നീ പറയാൻ പറ്റുന്ന പറഞ്ഞോളൂ. ദേഷ്യപ്പെടും. അത്യാവശ്യം ദേഷ്യമുണ്ട്. ആണോ? എന്തിനാ ദേഷ്യപ്പെടുന്നത്? കാരണമില്ലാത്ത ദേഷ്യം, അതൊന്നും ഞാൻ പറയാം. അതറിയാം. അങ്ങനെയാണെങ്കിൽ ആർക്കും കാരണം ഒന്നിനും കാരണമില്ലാതെ തന്നെയാണ് നമ്മൾ പലരും ദേഷ്യപ്പെടുന്നത്. പിന്നെ ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോ നമ്മൾ വേണ്ടായിരുന്നല്ലോ അങ്ങനെ തോന്നാറ്. പൊതുവെ ഇത്തിരി ടെൻസ്ഡ് നേച്ചറാണോ? ചിലപ്പോ വേറെ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടായിരിക്കാം ഈ ദേഷ്യം. അതുകൊണ്ടാണ് നമ്മുടെ സിറ്റുവേഷൻ. നമ്മൾ ചിലപ്പോൾ വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവിടുന്ന് ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ ഇവർ വിചാരിക്കുമ്പോ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ.
നമ്മൾ തിങ്കിങ് വേറെ ആയിരിക്കും. ഉടനെ അവിടെ ഒരു പാത്രം എടുത്ത സൗണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അല്ല യാഥാർത്ഥ്യം ഞാൻ സ്റ്റഡി ചെയ്താണ്. അല്ല അതായത് അവക്കും ദേഷ്യമുണ്ട്, എന്നാലും അവള് ഈ പറഞ്ഞ വളരെ നമ്മുടെ ചില ആക്ടിവിറ്റീസ് കാണുമ്പോൾ ഉണ്ടാവുന്ന ദേഷ്യം കാരണം തന്നെ അവള് വിചാരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാവാതെയാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട് റാസൽ, നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താ അറിയോ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവര് വളരെ പ്ലഷർ മൈൻഡോട് കൂടെയാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ അല്ലേ, നമ്മൾ ഈ ഓഫീസിലിരിക്കുന്ന മാതിരി ഒരു ടെൻഷൻ ലോകമല്ല നമ്മുടെ. നമ്മൾ കുറച്ചുകൂടെ ലക്ഷറി ആയിട്ട് എൻജോയ് ചെയ്താണ് നമ്മളെല്ലാം. പക്ഷെ വീട്ടിലിരിക്കുന്നവരുടെ കാര്യം വലിയ സങ്കടമാണ്. അവരൊരുപാട് പ്രശ്നങ്ങൾ ഓരോ വീട്ടുകാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള ഇതിനാകുമ്പോൾ എനിക്ക് മറ്റുള്ള കാര്യങ്ങളിൽ അതായത് ഇൻവോൾവ് ചെയ്യാൻ പറ്റാതെ പോയി. ഇപ്പൊ വീട്ടിലെ സ്റ്റഡീസിന്റെ കാര്യമായാലും ഇപ്പൊ ഇത് ഇങ്ങനെ പോരായ്മകൾ ഉണ്ടാകുന്നുണ്ട് എന്റെ കൂട്ടത്തിൽ. നമ്മൾ ഈ ഒരു 3 ഫീൽഡിൽ നിൽക്കുന്ന പറഞ്ഞല്ലോ. അപ്പൊ ഇവളൊരു നമ്മളൊരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ ക്യാഷ് ഞാൻ കൊടുക്കും, ബാക്കിയെല്ലാം അവള് നോക്കട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. സിനിമയൊക്കെ ഇനി വരട്ടെ, സ്വന്തമായിട്ട് മനസ്സമാനം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞു. എനിക്കത് മാത്രമേ മനസ്സമാധാനം, എന്ത് കിട്ടിയാലും മനസ്സമാധാനം, എന്ത് കിട്ടിയാലും മനസ്സമാധാനം ഇല്ലാത്തവരും ഉണ്ടാവും. അതായിരുന്നു ഞാനും അങ്ങനെ ആയിരുന്നല്ലോ. അതാണ് നമ്മൾ ഓട്ടം. ഇത് കിട്ടുന്നുണ്ട്. അയ്യോ അതുകൊണ്ട് മനസ്സമാധാനം വേണം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എന്ത് കിട്ടിയാലും കിട്ടട്ടെ എന്ന് ഞാൻ ഇതായിട്ട് പറഞ്ഞതാണ്. അതാണ് ഞാൻ സന്തോഷമുള്ള കാര്യങ്ങൾ വീട്ടിൽ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് സമാധാനം, സന്തോഷം, സമാധാനം. അപ്പൊ സന്തോഷം കിട്ടട്ടെ. താങ്ക് യു. മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടക്കട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.